ശ്രീനാഥ്ജി, നമുക്ക് ആരംഭിച്ചാലോ? സ്റ്റാർട്ട് ചെയ്യല്ലേ വിഷ്ണു? ക്ലിയർ ആണോ? ക്ലിയർ ആണ് ശ്രീനാഥ്ജി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാഡമിയുടെ ശ്രീചക്ര വിചിന്തനം അഥവാ ഭാവനോപനിഷത്തിലേക്ക് ഏവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീവിദ്യ പന്താവിൽ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതിയാണ് ഭാവനോപനിഷത്ത്. സാധനയുടെ തലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ കൂടെ നടത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ ഉയർത്തേണ്ട ഒരു സംഗതിയാണ് ഭാവന. ഭാവനയിലൂടെയാണ് നമ്മൾ സാധകനായി തീരുന്നത്. ഒരു സാധന ആരംഭിച്ച് സ്വയം ഞാൻ ആ സാധനയിലെ ദേവതയായി അനുഭവിച്ച് ആ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സാധകനായി തീരുന്നത്. ശ്രീവിദ്യ തലത്തിൽ സഞ്ചരിക്കുന്ന വളരെ നമ്മളിൽ നിന്ന് കേരളത്തിലോ ലോകത്തിലോ അന്വേഷിക്കുന്ന സമയത്ത് വളരെ പ്രചാരം നേടിയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരുടെയും അറിവിലുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട്. ശ്രീനാഥ്ജിയാണ് നമുക്ക് ഈ വിഷയം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മളൊരു 3 തവണ ശ്രീചക്ര വിചിന്തനം ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതിൽ പലരുടെയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അത് ഇത്തവണ നിങ്ങളിലേക്ക് കൂടി ഒഴുകാൻ പോവുകയാണ്. ശ്രീനാഥ്ജിനെ പരിചയമുള്ളവരാണ് കൂടുതലും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് പുതിയ ആളുകളുണ്ട്. ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ശ്രീനാഥ്ജി ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആചാര്യനാണ്. ഒപ്പം ഋതംബര എക്കോ സ്പിരിച്വൽ കമ്മ്യൂണിന്റെ ചെയർമാൻ കൂടിയാണ്. കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഏതാണ്ട് 20 വർഷക്കാലമായി വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അറിവ് നമ്മളിലേക്ക് ഒഴുകുന്നത് വളരെ സരളമായൊരു ഭാഷയിലൂടെയാണ്. ഏതൊരുവന്റെയും ഹൃദയത്തെ തൊട്ടുണർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹത്തെ കൂടുതൽ നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിലൂടെയും വാക്കുകളിലൂടെയും തന്നെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീനാഥ്ജിയെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീനാഥ്ജി, നമസ്കാരം. വിഷ്ണു നമസ്കാരം. ആരംഭിക്കാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ചക്രത്തെക്കുറിച്ച്, ശ്രീവിദ്യയെക്കുറിച്ച് പറയുക എന്നുള്ളത് തന്നെ ഒരുപാട് പുണ്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ പുണ്യം ചെയ്താൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇത് കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് ഗുരുപരമ്പരയുടെ അപാരമായ കാരുണ്യം, കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്രീ എന്ന വാക്ക് പോലും പറയാൻ സാധിക്കും. ആ മുഴുവൻ പരമ്പരയുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ് മനസ്സഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ശ്രീ ഗുരുഭ്യോ നമ. സാക്ഷാൽ ത്രിപുരസുന്ദരിയുടെ അപദാനങ്ങളാണ് ശ്രീചക്ര വിചിന്തനത്തിലൂടെ പറയാൻ പറയുന്നത് അമ്മയുടെ കഥകളാണ്. പറയുന്നത് ശ്രീവിദ്യയുടെ തന്നെ വിവിധ രൂപങ്ങളായ മഹാത്മാക്കളോടാണ്. എന്താണോ എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് അറിയേണ്ടത് അത് എന്നിലൂടെ പ്രകാശിക്കപ്പെടട്ടെ. ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീചക്രത്തെ കുറിച്ച്, ഭാവനോപനിഷത്തിനെ കുറിച്ച് പറയുക എന്നുള്ളത് എന്റെ പക്ഷേ ഗുരുനാഥന്റെ അടുത്ത് തുടക്കകാലത്ത് എത്തിയ സമയം മുതൽ ഭാവനോപനിഷത്ത് പഠിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വളരെയധികം ഭയത്തോടു കൂടിയാണ് ഭാവനോപനിഷത്തിനെ സമീപിച്ചിട്ടുള്ളത്. കാരണം അതൊരു വലിയ കടലാണ്. എങ്ങനെ പറഞ്ഞാലും അതിലെ ആശയത്തെ മുമ്പിലിരിക്കുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നറിയുന്നതുകൊണ്ടാണ്. അത്ര സമഗ്രമാണ്.
അതിനുള്ള ശക്തി അല്ലെങ്കിൽ ശേഷി എനിക്കില്ല. അതിലെനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ആ ടെക്സ്റ്റ് മാത്രം തൊടാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഭാവനാംശം എടുക്കണം എന്ന് ഗുരുനാഥനടക്കം എല്ലാവരും നിർബന്ധിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഭാവനാംശത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ അത് പറയുന്ന സമയത്ത് ശ്രീവിചക്രത്തെക്കുറിച്ച്, ത്രിപുരസുന്ദരിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ പറയുന്ന നമ്മളെ ഉള്ളില് ഉറയ്ക്കുന്ന ഒരു അനുഭവമാണുള്ളത്. അതുകൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയ 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 കാഴ്ചപ്പാടുകള്, പുതിയ രീതിയില്, പുതിയ ആശയങ്ങള് നമ്മുടെ ഉള്ളില് നിറയാറുണ്ട്. ഈ പ്രാവശ്യവും നമ്മള് ഭാവനാംശത്തെ എടുക്കുകയാണ്. ഇന്ന് ശ്ലോകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ തന്നെ ഒരു ഓവറോൾ അതിനെക്കുറിച്ച് അതിന്റെ ഒരു പശ്ചാത്തലം പറയാം. ലോകം മുഴുവൻ ഭാരതത്തിൽ വന്നത് അറിവ് അന്വേഷിച്ചാണ്. അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ നാടാണ് ഭാരതം. എല്ലാ അറിവും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരറിവുമില്ല. ഇവിടെ ആസ്ട്രോണമിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൂമിയിലേക്കുള്ള ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തെക്കുറിച്ച്, ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെ കുറിച്ച്, ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നതിനെ കുറിച്ച്, അതിന്റെ സമയം, സ്പീഡൊക്കെ അനാദി കാലം മുന്നേ നമ്മളെ ഋഷിമാര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെർക്കുറി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ഋഷിമാര്. മെർക്കുറിയിൽ നിന്ന് ഒരു പോയിന്റ് മാറിയാൽ അത് സ്വർണമാവും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം സ്വർണം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഋഷിമാര്. ആൽക്കമി, അതേസമയത്ത് ഭൂമിശാസ്ത്രപരമായി ജോഗ്രഫിയില് 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് ഇവിടെ ഇരുന്ന് ഋഷി പറഞ്ഞിട്ടുണ്ട്. ഋഷി പറയാത്തതായിട്ട് എന്താ ഉള്ളത് ഇവിടെ? അത് ഏത് കാലത്ത്? അനാദി കാലത്ത് ഇംഗ്ലീഷുകാര് കാട്ടില് മരത്തിന്റെ മുകളിലിരുന്ന് കൈകനികള് തിന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ മുഖത്ത് ചായം തേച്ച് കാട്ടിൽ നടന്നിരുന്ന കാലത്ത് എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ പോലും ഈജിപ്തില് ഫറവോമാര് മരണശേഷം മറ്റൊരു ലോകം ഉണ്ടാവും എന്ന് ചിന്തിച്ച് ഒരു ഫറവോ മരിക്കുന്ന സമയത്ത് 100 കണക്കിന് ആൾക്കാരെ കൊന്ന് അയാൾക്കൊപ്പം അടക്കിയിരുന്ന കാലത്ത് ഭാരതത്തിൽ ചർച്ച ചെയ്തിരുന്നത് ഇതുപോലെ ശാസ്ത്ര വിഷയങ്ങളായിരുന്നു. എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാല് ലോകം മുഴുവൻ ഭാരതത്തിൽ അന്വേഷിച്ചു വന്നത് അതൊന്നും ആയിരുന്നില്ല. അതൊക്കെ ആയിരുന്നെങ്കിൽ പോലും അതിലൊക്കെ ഉപരിയായി ഇവിടുത്തെ മുത്ത് അല്ലെങ്കിൽ മാണിക്യം, രത്നം എന്ന് പറഞ്ഞിരുന്നത് ആത്മാന്വേഷണത്തെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. പ്രപഞ്ചം ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ഈശ്വരനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ലോകത്തെ മറ്റാരും പറയാത്ത രീതിയിൽ ഈശ്വരനെ അല്ലെങ്കിൽ ദേവതയെ ഇവിടെ നിർവചിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്? ആ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് എന്തായിരുന്നു? അതെങ്ങനെയാണ് മാനിഫെസ്റ്റഡ് ആയത്? ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്? എന്റെ അസ്തിത്വം എന്താണ് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങിയത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതലാണ്. 2 കാല് നടക്കാൻ തുടങ്ങി, ഹോമോ സാപ്പിയൻസ് ആയി. മനുഷ്യൻ ശിലായുഗത്തിലൊക്കെ മനുഷ്യന്റെ ആ ആരംഭ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. മനുഷ്യന്റെ പ്രത്യേകത ചിന്തിക്കാൻ, അല്ലെങ്കിൽ ചിന്തകളെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് മനുഷ്യൻ എന്നാണ് പറയാ. ലോകത്ത് മറ്റൊരു ജീവിയും ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പിന്നീട് വിഷമിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്തു കഴിഞ്ഞു, അത് കഴിഞ്ഞു. നമ്മൾ അങ്ങനെയല്ല. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് രാവിലെയും കൂടി ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഇന്ന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് തന്നെ മനുഷ്യൻ ഈ ചിന്തകൾക്ക് ഉത്തരം കിട്ടാതെ മനുഷ്യന്മാര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യന്റെ വ്യത്യാസം, അവൻ ബോധം വളരെ ഉയർന്നതാണ് എന്നുള്ളതാണ്. ചിന്താശേഷി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ നന്മകളും അതിന്റെ എല്ലാ ദോഷങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ഈ ചിന്ത അല്ലെങ്കിൽ ബോധം കൊണ്ട് മനുഷ്യന് നന്മ മാത്രമേ ഉണ്ടായിട്ടുണ്ടെന്നൊന്നും പറഞ്ഞൂടാ.
ആറ്റം ബോംബ് ഉണ്ടാക്കാൻ നമ്മൾ പിടിച്ചത്, രാജ്യങ്ങളെ കുറിക്കാൻ നമ്മൾ തീരുമാനിച്ചത്, ഭക്ഷണത്തില് മായം ചേർക്കാൻ നമ്മൾ പഠിച്ചത്, പ്രണയം നിഷേധിച്ച കുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാം എന്ന് കണ്ടുപിടിച്ചത്. ഒരു പട്ടി എന്ന് വരെ അങ്ങനെ പ്രണയം നിഷേധിച്ചതിന് ആ പട്ടിയുടെ കാമുകിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ടുണ്ട് എനിക്ക് അഭിപ്രായമില്ല. ഇതുപോലെ ഒരു പൂച്ചയും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വെട്ടിക്കൊന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു പശുവും രാഷ്ട്രീയത്തിന്റെ പേരിൽ വേറൊരു പശുവിനെ വെട്ടിക്കൊന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി വികാസം കൊണ്ടുണ്ടായ തിന്മകളാണ്. തിന്മ എന്ന് പറഞ്ഞുകൂടാ, അതൊരു അപകടമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നന്മകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മളിന്ന് നമ്മളെ ബുദ്ധിയുടെ ഉയർന്ന തലങ്ങൾ നമ്മളിന്ന് ഭാവനവംശത്തിൽ ചർച്ച ചെയ്യുന്നതൊക്കെ അതിന്റെ നന്മകളുടെ ഭാഗമാണ്. എല്ലാത്തിനെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം, മനുഷ്യന്റെ പല ചിന്തകള് മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ ചുറ്റുപാടിനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ചുറ്റുപാടുകളെ നോക്കിക്കണ്ടത്. അവന് എല്ലാം കാണുമ്പോൾ അത്ഭുതമായിരുന്നു തോന്നിയത്, എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ. അന്നേ മനുഷ്യൻ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു ഒരു എല്ലാത്തിനെയും ചിന്തിക്കുക. അങ്ങനെ അവൻ ചിന്തിച്ചു, ഞാൻ എവിടുന്ന് ഉണ്ടായി, ഞാൻ എങ്ങനെ ഉണ്ടായി. അവന് മനസ്സിലായി, ഞാൻ ഉണ്ടായതിന്റെ പിന്നില് ഒരു അമ്മയിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. കാരണം അവൻ ചുറ്റും നോക്കുമ്പോൾ സ്ത്രീകളുടെ വയറ്റുന്ന ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അവൻ പരമപവിത്രമായി അവൻ ആദ്യം ആരാധിച്ചത് അവൻ വന്ന വഴിയാണ്. മനുഷ്യൻ ഏറ്റവും ആദ്യം ആരാധിക്കാൻ തുടങ്ങിയത് യോനിയെയാണ്. അതിനുശേഷം അവന് മനസ്സിലായി, യോനിയിലൂടെ കുട്ടി വരാൻ കാരണം അതിന്റെ പിന്നിൽ ലിംഗമുള്ളത് കൊണ്ടാണ്. ലിംഗത്തെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായതിന്റെ പിന്നില് ഒരു ലിംഗവും യോനിയും ഉണ്ടാവും എന്ന് അവൻ ചിന്തിച്ചു. അങ്ങനെ വിശ്വലിംഗം, വിശ്വയോനി സങ്കല്പത്തില് മലകളെയും പുഴകളെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതി ആരാധന ആദ്യമേ അവൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരമ്മയിൽ നിന്നാണ് വന്നതെങ്കിൽ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നെങ്കിൽ, ഇതേപോലെ ഈ ലോകം ജനിച്ചതിന്റെ പിന്നില് ഒരു ശക്തിയുണ്ട്. അതിനെയും അവൻ അമ്മ എന്ന് തന്നെയാണ് വിളിച്ചത്. അതുകൊണ്ട് അമ്മ ദൈവാരാധന ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനാദികാലം മുതലുണ്ട്. ആ അമ്മയെ പല രീതിയിൽ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ശരീരത്തെ നിലനിർത്തുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ, ഞാൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വിശേഷമായ ഭക്ഷണത്തെ അന്നവൻ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് അവൻ വേട്ടയാടി കിട്ടുന്ന പ്രധാന ജീവികളെയൊക്കെ അവൻ അവന്റെ അമ്മയ്ക്ക് സമർപ്പിച്ചാണ് കഴിച്ചിരുന്നത്. ആ ഒരു അമ്മ അല്ലെങ്കിൽ അമ്മ ആരാണ്? തന്റെ കയ്യിലല്ലാത്ത പല കാര്യങ്ങളും അവന് മനസ്സിലായി. ഇതൊന്നും എന്റെ കയ്യിലല്ല. കാരണം അവൻ ഇന്നൊരു മൃഗത്തെ കണ്ടുവെച്ചു. നാളെ രാവിലെ ആ മൃഗത്തെ പോയി നോക്കുന്ന സമയത്ത് അവിടെ കാണാനില്ല. അങ്ങനെ അവന് മനസ്സിലായി, ലോകത്തുള്ള പല കാര്യങ്ങളും എന്റെ കയ്യിലല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വേറെ ഏതോ ഒരു ശക്തിയുണ്ട്. എന്റെ നിയന്ത്രണത്തിലല്ല ഇതെല്ലാം. ഏതോ ഒരു വസ്തുവിലാണ്. ആ ശക്തിയെ അവൻ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയതാണ് ആ അമ്മ അല്ലെങ്കില് ആ മഹാശക്തി. ആ ചിന്തകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാവനോപനിഷത്ത് വരെയുള്ള ചിന്തകള് ഓരോന്നിലും നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ അത്ഭുതമാണ്. അവന്റെ എന്ന് ഞാൻ പറയുന്നത് അവന്റെയും അവളുടെയും ഒക്കെ ചിന്ത എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ പ്രകൃതി ആരാധനയായ വാമ ആചാരവും അവിടുന്ന് പിന്നീട് കൗളവും സമയാചാരവും ദക്ഷിണാചാരവും മിശ്രാചാരവും ദിവ്യാചാരവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അവനവന്റെ അമ്മയെ പ്രകൃതി, ഞാൻ പറഞ്ഞ മലകളൊക്കെ ലിംഗങ്ങളായിട്ട്, എല്ലാ മലകളും പുല്ലിംഗത്തിലാണ് അറിയപ്പെടുന്നത്. എല്ലാ നദികളും സ്ത്രീലിംഗത്തിലാണ്. ബ്രഹ്മപുത്ര ഒഴികെ ബാക്കി എല്ലാ നദികളെയും സ്ത്രീ ആയിട്ടാണ് പറയുക, ആരാധിച്ചിരുന്നത്. അവിടുന്ന് പിന്നീട് മനുഷ്യൻ ഗോത്രങ്ങളായി ജീവിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത്, കൃഷിയൊക്കെ തുടങ്ങിയപ്പോൾ, കൾച്ചർ തുടങ്ങിയ സമയത്ത്, അഗ്രികൾച്ചർ തുടങ്ങിയപ്പോൾ, അതുകൊണ്ടാണ് സംസ്കാരത്തിനെ കൾച്ചർ എന്ന് വിളിക്കുന്നത്. അവിടെ സങ്കേതങ്ങളും ആ സങ്കേതത്തില് ആരാധനകളൊക്കെ, അവന്റെ ദേവതയെ ആരാധിക്കാൻ പ്രത്യേക ബിംബങ്ങളും പ്രത്യേക സംവിധാനങ്ങളൊക്കെ വന്നു. അവൻ അവന്റെ രൂപത്തിൽ ദേവതയെ ആരാധിക്കാൻ തുടങ്ങി, പീഠത്തിൽ ആരാധിക്കാൻ തുടങ്ങി, ഒഴുക്കുശിലയിൽ ആരാധിക്കാൻ തുടങ്ങി. പല രീതിയിൽ അവൻ ഒരു വലിയ കാലഘട്ടത്തിൽ, അനവധി കാലത്തിലൂടെ ഒഴുകി 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 വന്നതാണ്.
കാരണം ഇതൊക്കെ സിന്ധു നദീതട സംസ്കാരത്തില് അല്ലെങ്കിൽ അവിടെ ഖനനം ചെയ്ത സമയത്ത് അവിടെ ലഭിച്ചത് യോനി പ്രതീകങ്ങളായ ഹോമകുണ്ഡങ്ങളും ലിംഗങ്ങളും ഒക്കെയായിരുന്നു. അതുകൊണ്ട് അനാദിയാണ് മനുഷ്യന്റെ ഈ അമ്മ ദൈവാരാധന എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അനാദിയാണ്. അതിനിടയ്ക്ക് ആ ആരാധനയിടയ്ക്ക് ഇതുപോലെ വിവിധ സമ്പ്രദായങ്ങൾ ലോകത്തുണ്ടായി വന്നിട്ടുണ്ട്. വാമാചാരവും കൗളാചാരവും സമയാചാരവും ദക്ഷിണാചാരവും ദിവ്യാചാരവും മിശ്രാചാരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അമ്മയെ കുറിച്ചുള്ള പഠനം, അന്വേഷണം ധാരാളം സ്കൂളുകളായി നിലനിന്നിട്ടുണ്ട്. അതില് ചില വിഭാഗങ്ങള് യന്ത്രത്തില് ദേവതയെ ആരാധിക്കാൻ തുടങ്ങി. ചിലര് രൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പല രീതിയില്. കുറെ ആൾക്കാര് പറഞ്ഞു അങ്ങനെയല്ല, ഇതിനെ രൂപത്തിലല്ല ആരാധിക്കേണ്ടത്. ആ ആ ദേവി അല്ലെങ്കിൽ ആ ഈശ്വരൻ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതല്ല. ഈശ്വരൻ സ്വയമേവ പ്രപഞ്ചമായി പരിണമിച്ചതാണ്. നമ്മള് ക്ലാസ് മുന്നോട്ട് പോണ സമയത്ത് ഞാത് ഞാ ഞാ ല്ലേ ഞാന് ഞാതൃ ഏഹ് ഏഹ് മാനങ്ങള് അതുപോലത്തെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആഹ് തൃകയെക്കുറിച്ചും അതുപോലെ പശുപാശം പതി എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളവിടെ 10ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യുമ്പോൾ വളരെ വിശദമായിട്ട് ദേവിയും ഞാനും തമ്മിലുള്ള ബന്ധം ഒക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈശ്വരൻ അല്ലെങ്കിൽ ദേവി പരിണമിച്ച് പ്രപഞ്ചമായി മാറിയതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും ആ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഞാൻ ദേവത തന്നെയാണ്. ആ ദേവത എന്തിനാണ് മറ്റൊരു വസ്തുവിൽ ഉപാസിക്കുന്നത്? സ്വന്തം ശരീരത്തിൽ തന്നെ ദേവതയെ കാണാലോ. എന്റെ ഉള്ളിൽ ആ ചൈതന്യം ഉണ്ടെങ്കിൽ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കി എനിക്ക് ആ ഭാവനയിലൂടെ എനിക്ക് ദേവതയായി മാറാൻ സാധിക്കില്ലേ? ആ ചിന്തകളാണ് സമയാചാരത്തിലേക്ക്. അവിടെ ഉപാധികളൊന്നുമില്ല. പുറത്തുള്ള ഉപാധികളല്ല. കണ്ണടച്ച് സ്വന്തം ശരീരത്തെ ബിംബമായി കണ്ട് അതില് ദേവതയെ ഉണർത്തി ആ മൂലാധാരത്ത് കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി സഹസ്രാരത്തിൽ എത്തിച്ച് ദേവതയായി മാറുന്ന പ്രക്രിയ. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായി വന്നു സമയാചാരത്തിൽ. ഈ ക്രിയാകലാപങ്ങളോ പുറത്തല്ല. ദേവത പരിണമിച്ചാണ് ഞാനായതെങ്കിൽ ആ ദേവതയെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, അകത്താണ് അന്വേഷിക്കേണ്ടത്. എന്റെ ഉള്ളിൽ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. സമയാചാരം എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും ശക്തമായ ഒരു പ്രമാണം. എന്നാല് സമയാചാരത്തിലും അതുപോലെ രൂപത്തിലും വിഗ്രഹത്തിലൊക്കെ ആരാധിക്കുന്നവരുണ്ട്. പിന്നീട് എവിടേക്കോ വെച്ച് ഈ പൂജാക്രമങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇതില് മിശ്രാചാരം എന്ന് പറയുന്ന രീതിയില് എല്ലാ സമ്പ്രദായങ്ങളും കൂടി ചേർത്ത് ഓരോ ആചാര്യന്മാര് ഓരോ കാലഘട്ടത്തില് അതിനനുസരിച്ച് ഇതിനെയൊക്കെ മിക്സ് ചെയ്ത് ഓരോ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ലതൊക്കെ വെച്ച് കൂട്ടിച്ചേർത്ത് പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീചക്ര പൂജയൊക്കെ അങ്ങനെയാണ്. ശ്രീചക്ര പൂജയില് സമയാചാരവും കൗളാചാരവും ദക്ഷിണാചാരവും ദിവ്യാചാരം ഒക്കെ ചേരുന്ന ഒരു വലിയ ചേരുവയാണ് ശ്രീചക്ര പൂജ. ആ ശ്രീചക്രത്തില് സ്വന്തം ശരീരത്തെ പൂജിക്കുന്നുണ്ട്. മഹാമേരുവിനെ പൂജിക്കുന്നുണ്ട്. ശ്രീചക്ര പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി മഹാമേരുവാണ്. നമ്മളുടെ ശ്രീചക്ര വിചിന്തനം എന്ന ക്ലാസ്സിലും പ്രധാന വിഷയം മഹാമേരു എന്ന് പറയുന്ന ശ്രീചക്രത്തെയാണ് നമ്മൾ വിശദമായി വിശകലനം ചെയ്യാൻ പോകുന്നത്. ആ ഏറ്റവും അടിയിൽ ചതുരത്തിൽ തുടങ്ങി ഏറ്റവും മുകളിൽ ബിന്ദുവിൽ അവസാനിക്കുന്ന ശ്രീചക്രം, അല്ലെങ്കിൽ ബിന്ദുവിൽ തുടങ്ങി ഏറ്റവും അവസാനം ത്രൈലോക്യ മോഹന ചക്രം എന്ന ചതുരത്തില് 3 ചതുരത്തില് അവസാനിക്കുന്ന മഹാമേരു എന്ന ശ്രീചക്രം. അത് 3 ഡയമെൻഷൻ ആവുന്ന സമയത്ത് മഹാമേരു ആണ്. 2 ഡയമെൻഷൻ ആകുമ്പോൾ അത് ശ്രീചക്രമാണ്. ദേവതയ്ക്ക് ഒരു ധ്യാനം, ഒരു രൂപമുണ്ട്. ദേവതയ്ക്ക് ഒരു യന്ത്രമുണ്ട്. ദേവതയ്ക്ക് ഒരു മന്ത്രമുണ്ട്. അതില് ശ്രീചക്രത്തില് ശ്രീവിദ്യയിലേക്ക് വരുന്ന സമയത്ത് ശ്രീവിദ്യയുടെ രൂപം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന രൂപമാണ്. ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ കുറെ ശ്ലോകങ്ങളാണ് ദേവിയുടെ രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. ആദ്യത്തെ ശ്ലോകങ്ങൾ ആ ദേവിയുടെ രൂപത്തെ അതിമനോഹരമായി വർണ്ണിക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിക്കുന്നുണ്ട്. അത് ദേവിയുടെ രൂപമാണ്. അതിനെ ധ്യാനം എന്നാണ് പറയുക. അത് വളരെ സിംബോളിക്കലി അവതരിപ്പിച്ചതാണ്. ആ ധ്യാനത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ലളിതാ സഹസ്രനാമത്തിലൂടെ മാത്രം കടന്നു പോകുന്ന സമയത്ത് നമുക്ക് സനാതന സംസ്കാരം മുഴുവൻ പഠിക്കാൻ പറ്റും. അവിടെ എങ്ങനെയാണ് ആ ധ്യാനത്തെ മാത്രം നോക്കി നിന്നാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്. ദേവിയുടെ രൂപത്തിൽ രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല
മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. പഞ്ച തന്മാത്രകള് മനസ്സാവുന്ന അല്ലെ മനോരൂപേക്ഷു കോദണ്ഡ കരിമ്പിന്റെ വില്ലാവുന്ന വില്ലിന്റെ മോളിന്ന് പഞ്ചസായകങ്ങൾ 5 അസ്ത്രങ്ങള് ആണ് ദേവിയുടെ കയ്യിലുള്ളത്. 5 അസ്ത്രങ്ങളെ കൊണ്ടാണ് ദേവി എയ്യുന്നത്. അതിൽ നിന്നാണ് പഞ്ചതന്മാത്രകളാണ്. ആ പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടായി അത് പ്രപഞ്ചമായി മാറിയത്. പലപ്പോഴും വരുന്ന ഒരു തലമുറ നമ്മളെ കളിയാക്കാറുണ്ട്. ഹിന്ദു ദൈവങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക കോലത്തിൽ 5ഉം 10ഉം കൈകള്, കയ്യിലൊക്കെ മാരകായുധങ്ങള്, ഇങ്ങനെയൊക്കെ ഒരു രൂപം ഉണ്ടാവുമോ? ഇതൊക്കെ സ്റ്റുപ്പിഡിറ്റി അല്ലേ? ഒരു ജീവിന്റെ ഉടല്, വേറൊരു ജീവിന്റെ തല, 3, 4 തലകള്. ഇതൊക്കെ വളരെ വളരെ പ്രാകൃതമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്ത് സ്റ്റുപ്പിഡിറ്റിയാണ് എന്നൊക്കെ പിള്ളേര് ചോദിക്കാറുണ്ട്. പലപ്പോഴും അത് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ഗണപതി മിത്താണ് എന്നൊക്കെ കേട്ട് ഇരുന്നവരാണ്. പ്രത്യേകിച്ച് നമുക്കതിന് മറുപടി പറയാനില്ലാതെ ഇരുന്നവരാണ്. ആനേന്റെ തലയും മനുഷ്യന്റെ ഉടലായിട്ട് എങ്ങനെയാണ് ജീവി ഉണ്ടാവുക എന്നൊക്കെ പലപ്പോഴും വരുന്ന ഒരു തലമുറ നമ്മളോട് ചോദിക്കാറുണ്ട്. വളരെ തമാശയ്ക്കായിട്ടാണെങ്കിലും ഒരിക്കല് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ധാരാളം ചർച്ചകൾ വരാറുണ്ട്. ഒരു കുട്ടി ചോദിച്ചത് ശിവ കുടുംബം അവര് ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ ഇവര് വാഹനം എവിടെയാണ് പാർക്ക് ചെയ്യാനാ? മനോഹരമായ ഒരു ചോദ്യമാണ്. കാരണം ഇവര് ഓരോ ആൾക്കാരും വാഹനത്തിലാണ് വരിക. അപ്പൊ ശിവന് ഗണപതി എലീന്റെ പുറത്ത് വരും. ആ സമയത്ത് ശിവൻ ഉണ്ടാവും. ശിവന്റെ കഴുത്തിൽ പാമ്പുണ്ട്. പാമ്പിനെ കണ്ടാൽ പിന്നെ ഗണപതിക്ക് സമാധാനം ഉണ്ടാവില്ല. ആ സമയത്ത് സുബ്രഹ്മണ്യം വന്നു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ മയിലിന്റെ പുറത്താ വരുന്നത്. പിന്നെ പാമ്പിന് യാതൊരു സമാധാനം ഉണ്ടാവില്ല. ആ സമയത്ത് ദേവി സിംഹത്തിന്റെ പുറത്ത് വരുമ്പോൾ ബാക്കി 3 ആൾക്കാരുടെ കാര്യം പറയാനില്ല. ഇവർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലത്ത് പറ്റൂലല്ലോ എന്ന് ഏതോ ഒരു കുട്ടി നമ്മളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കളിയാക്കലുകൾക്ക് നമ്മൾ വിധേയമാവുന്നത് ഈ തരത്തിൽ. എന്തുകൊണ്ട് ശിവന്റെ കഴുത്തിൽ പാമ്പുണ്ടായി? എന്തുകൊണ്ട് സുബ്രഹ്മണ്യന് മയില് വാഹനായി? എന്തുകൊണ്ട് ഗണപതിക്ക് എലി വാഹനമായി? ഇതൊക്കെ രൂപമാണ് ദേവതയുടെ. ആ രൂപം മുഴുവൻ നമ്മളോട് പറയുന്നത് വലിയ കാര്യങ്ങളാണ്, വലിയ ഫിലോസഫിയാണ്. ആ വലിയ ഫിലോസഫിയെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ആ രൂപത്തെ വ്യാഖ്യാനിച്ചാൽ, അതിനെ കുറേ നേരം നോക്കി നിന്നാല്, നിരന്തരം അതിനെ നമ്മൾ ഉപാസിച്ചാല് ആ അറിവ് മുഴുവൻ നമ്മളിൽ പ്രകടാവും. കാരണം ഇതൊക്കെ ഓരോ സിമ്പലാണ്. നമ്മള് ഓരോ ല്ലേ നമ്മളെല്ലാ നാട്ടില് പോയാലും നമുക്കറിയാം വണ്ടി ഓടിക്കുന്ന സമയത്ത് സിഗ്നൽ എത്തിയാൽ ചുവപ്പ് ലൈറ്റ് കണ്ടാൽ ബ്രേക്ക് ചവിട്ടി നിർത്തണം. പച്ച കണ്ടാ പോവാം. ഇത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും ഇങ്ങനെ തന്നെയാണ്. അതൊരു ഗ്ലോബൽ ഭാഷയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെയാണ് ഈ രൂപങ്ങളും ഈ പറയുന്ന ചിഹ്നങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന, ലോകത്തെ ഏത് കുട്ടി മുതൽ എത്ര വലിയ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണത്, ദേവിയുടെ രൂപം എന്ന് പറയുന്നത്. ആ ദേവിയെ കുറിച്ച് വളരെ വിശദമായി അതിന്റെ എവിടുന്ന് ഉണ്ടായി, അതെങ്ങനെയാണ് മുഴുവൻ പറയുന്നത് ആ രൂപത്തിലാണ്. അതിന്റെ സ്വഭാവം മുഴുവൻ ആ രൂപത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ ധ്യാനത്തെ നമുക്ക് വ്യാഖ്യാനിച്ചാൽ മനസ്സിലാവും. അതേപോലെ ആ ദേവിക്ക് മറ്റൊരു ആരാധന വസ്തുവായിട്ട് ദേവിയുടെ ധ്യാനം, ദേവിയുടെ ജാമിതീയ രൂപമായ യന്ത്രം, ദേവിയുടെ മന്ത്രം അല്ല. ആ ജാമിതീയമായ രൂപം ദേവി തന്നെയാണ്. മന്ത്രം ദേവി തന്നെയാണ്. ധ്യാനം ദേവി തന്നെയാണ്. ദേവിയുടെ അല്ല, ദേവി തന്നെയാണത്. ആ രൂപത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് ലളിതാ സഹസ്രനാമം ഉള്ളതുപോലെ ദേവിയുടെ ജാമിതീയ രൂപമായ മഹാമേരു, ശ്രീചക്രം. ആ ശ്രീചക്രം 3 രീതിയിലാണുള്ളത്. ഒന്ന് മഹാമേരു എന്ന് പറയുന്ന 3 ഡയമെൻഷനിൽ, 2 അർദ്ധമേരു എന്ന് പറയുന്ന കൂർമ്മപൃഷ്ഠം എന്ന് പറയുന്ന അതിന്റെ നേരെ പകുതിയുള്ള ഒരു സാധനം, പിന്നെ ഭൂപ്രസ്തരം എന്ന് പറയുന്ന 2 ഡയമെൻഷൻ. ഈ 3 രീതിയിൽ നമ്മൾ യന്ത്രത്തെ പൂജിക്കുക. യന്ത്രം എന്ന് പറയുന്നത് ജോലി എളുപ്പമാക്കുന്നതാണ്. മിക്സിയും ഗ്രൈൻഡറും ഒക്കെ നമ്മളെ വീട്ടിലുള്ള ജോലി എളുപ്പമാക്കുന്നതാണ്. അതേപോലെ യന്ത്രം ഞാനെന്ന ബോധത്തെ പ്രപഞ്ചബോധത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ചക്രം അല്ലെങ്കിൽ മഹാമേരു എന്താണ്? ആ ധ്യാനം വായിച്ചാൽ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാവും എന്ന് ഞാൻ പറഞ്ഞു. വാഹനം നിശ്ചയിച്ച എന്തിനാണ്? അതിന് വളരെ വിശദമായിട്ട് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിലാണെങ്കിൽ, ലളിതാ സഹസ്രനാമത്തിന്റെ അടിസ്ഥാനം ലളിതോപാഖ്യാനമാണെങ്കിൽ,
മഹാമേരുവിനെ കുറിച്ച് എവിടെയാണ് വിശദമായി ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ടെക്സ്റ്റ് ഭാവനോപനിഷത്താണ്. എന്നാൽ ഈ മന്ത്രത്തെക്കുറിച്ച് എവിടെയാണ് പറയുന്നത്? ദേവിയുടെ മന്ത്രം, ദേവിക്ക് രണ്ട് തരത്തിലുള്ള മന്ത്രങ്ങൾ പറയാറുണ്ട്. ദേവിയുടെ മഹാത്രിപുരസുന്ദരിയുടെ മന്ത്രങ്ങൾ ശ്രീവിദ്യാ മന്ത്രമാണ്. അത് പരസ്യമായിട്ട് പൊതുവായിട്ട് പറയാൻ പാടില്ല, ദീക്ഷിതര് മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ മന്ത്രം ഇവിടെ പറയാൻ സാധിക്കില്ല. രണ്ട് രീതിയിൽ അല്ലെ കഹാദ്യം, കാല് തുടങ്ങുന്ന മന്ത്രവും അതുപോലെ ഹാല് തുടങ്ങുന്ന മന്ത്രങ്ങളും ആണ് ഇതിനകത്തുള്ളത്. അതില് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നത് ആ അക്ഷരം എവിടെ ഉണ്ടായി, ആ അക്ഷരങ്ങൾ എങ്ങനെയാണ് അത് എങ്ങനെയാ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ദേവി ആവുന്നത് എന്നൊക്കെ വരിവസ്യ രഹസ്യം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലാണ് പറയുന്നത്. വരിവസ്യയില് ദേവിയുടെ മന്ത്രത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന സമയത്ത്, ദേവിയുടെ രൂപത്തെക്കുറിച്ച് ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് മഹാമേരുവിനെ വ്യാഖ്യാനിക്കുന്നത് ഭാവനോപനിഷത്ത് എന്ന ടെക്സ്റ്റിലാണ്. അത് ഭാവനയാണ്, സമയാചാരമാണ്. ആ മഹാമേരുവിനെ നമ്മൾ പൂജിക്കുന്ന സമയത്ത്, മഹാമേരുവിനെ കാണുന്ന സമയത്ത് അതിലൂടെ അതിനെ പൂജിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ബോധം വികസിച്ച് പ്രപഞ്ചബോധത്തിലേക്ക് വരുന്നത്? എല്ലാ ഉപാസനകളും ഇതൊക്കെ തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമാണ്. തന്ത്രം എന്ന് പറഞ്ഞാൽ തന്യതേ വിസ്താരിതേ അനേന ഇതി തന്ത്ര. എന്തോ ഒരു വികസിപ്പിക്കുന്നതാണ്, നമ്മളെ ഉള്ളിലെ എന്തോന്നിനെ വികസിപ്പിക്കുന്നതാണ് തന്ത്രം. ഇപ്പൊ ഒരാൾ മന്ത്രം ജപിക്കാൻ തുടങ്ങിയ സമയത്ത് അയാളെ ചെവി ഇങ്ങോട്ട് വികസിച്ചു, രണ്ട് ചെവിയും വികസിച്ചു, ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ചെവി മാത്രം വികസിച്ചു, അല്ലെങ്കിൽ ഒരു കണ്ണ് വികസിച്ചു, മൂക്ക് അങ്ങോട്ട് വികസിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആകെ അപകടമാവും. അപ്പൊ ശരീരത്തിലെ വസ്തു, ശരീരമല്ല വികസിക്കുന്നത്, ശരീരത്തിലെ മറ്റെന്തോ ഒരു വസ്തുവാണ് വികസിക്കുന്നത്. കാരണം അയാളെ ശരീരത്തിൽ യാതൊരു മാറ്റവും കാണില്ല. ആ വികസിക്കുന്നത് ബോധമാണ്, ഞാൻ എന്ന ചെറിയ ബോധമാണ്. അത് വികസിച്ച് പ്രപഞ്ചമെന്ന വലിയ ബോധത്തിലേക്കാണ് വരുന്നത്. ഞാനെന്ന ബോധം ചെറുതാണ്, ഞാൻ ഈശ്വരനാണ്, ദേവി തന്നെയാണ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയത് എന്ന ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ഉപാസനകൾ. ആ ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് മഹാമേരു എന്ന് പറയുന്നത്. ആ മഹാമേരുവില് ബിന്ദു, ഏറ്റവും മുകളിൽ ബിന്ദു, അതിന് തൊട്ട് താഴെ ഒരു ത്രികോണം, അതിന് താഴെ അഷ്ടകോണം, അതിന് താഴെ 10 കോണുകൾ, അതിന് താഴെ വീണ്ടും 10 കോണുകൾ, അതിന് താഴെ 14 കോണുകൾ, അതിന് താഴെ 16 ദളം, അതിന് താഴെ 8 ദളം, അതിന് താഴെ 3 വൃത്തങ്ങൾ, അതിന് താഴെ ഒരു 3 ചതുരശ്രം. ഇങ്ങനെ 9 ആവരണങ്ങളായിട്ടാണ് ശ്രീചക്രമുള്ളത്. നവ ആവരണം. ഈ നവ ആവരണങ്ങളെ കുറിച്ച് നവ ആവരണ കൃതികളുണ്ട്. ഈ ഓരോ ആവരണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ബിന്ദു കാമേശ്വരി, കാമേശ്വരന്മാരാണ്, മഹാത്രിപുരസുന്ദരിയാണ്. ആ ബിന്ദു ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന പരമബോധമാണ്, പരാസംവിത്താണ്, ബ്രഹ്മമാണ്. ഏറ്റവും അടിയിലുള്ള ചതുരം മൂലാധാര ചക്രമാണ്. പ്രപഞ്ചത്തിന്റെ ശിവാദി അവനി പര്യന്തമുള്ള ഏറ്റവും അവസാനത്തെ ഭൂമി തത്വമാണ്. ആ ഭൂമി തത്വം ശരീരത്തില് മൂലാധാരത്തിലാണ്. അവിടെ ഞാൻ എന്ന എൻ്റെ ബോധമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം മഹാമേരുവിലൂടെ യാത്ര, ഞാനെന്ന എൻ്റെ ബോധത്തിൽ നിന്ന് ഞാൻ ഈ പടികൾ കയറി 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 9 പടി കയറി 8 പടി കയറി ഞാൻ ബിന്ദുവിൽ എത്തുന്ന സമയത്ത് അവിടെ പ്രപഞ്ചബോധത്തിലേക്കാണ് ഞാൻ ഉയരുന്നത്. എൻ്റെ ബോധത്തെയാണ് വികസിപ്പിക്കുന്നത്. ആ ബിന്ദു എങ്ങനെയാണ് പരിണമിച്ച് ഞാനായത് എന്നുള്ളതാണ് ഈ ശ്രീചക്രം അല്ലെങ്കിൽ മഹാമേരു വ്യാഖ്യാനിക്കുന്നത്. ഈ ബിന്ദു മുതൽ ഏറ്റവും അടിയിലത്തെ ചക്രം വരെ, ആ ബിന്ദു മുതൽ താഴേക്ക് പൂജിക്കുന്നതിനെ സൃഷ്ടിക്രമം എന്നും, ഏറ്റവും പുറത്തുള്ള ചതുരത്തിൽ നിന്ന് ബിന്ദുവിലേക്ക് പൂജിച്ചു പോകുന്നതിനെ സംഹാരക്രമം എന്നുമാണ് പറയുക. ഞാൻ ഇല്ലാതാവുമ്പോഴാണ് ദേവിയായി മാറുന്നത്. ആ ദേവി പരിണമിച്ച് ഞാനാവുന്നു. 2 തരത്തിൽ പൂജയുണ്ട്. അതിൽ ശ്രീചക്ര പൂജ സവ്യമാർഗസ്ഥ എന്നുള്ളതാണ്. പ്രദക്ഷിണമായിട്ടും അപ്രദക്ഷിണമായിട്ടും ഉള്ള പൂജയാണ് ശ്രീചക്ര പൂജയിലുള്ളത്. ശ്രീചക്രത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും
വിശദമായി പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഭാവനോപനിഷത്ത്. ആ ഓരോ ഓരോ കോണുകളിലും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എന്റെ ശരീരവും ശ്രീചക്രവും തമ്മിൽ എന്താണ് ബന്ധം? ഞാനും ശ്രീചക്രവും ഒന്ന് തന്നെയാണ്. ദേവിയുടെ ജാമിതീയ രൂപമാണ് മഹാമേരു. ആ മഹാമേരു എന്റെ ശരീരം തന്നെയാണ്. ഭൈന്ദവം ബ്രഹ്മരന്ധ്രേച്ച, എന്റെ ബ്രഹ്മരന്ധ്രം മഹാമേരുവിലെ ബിന്ദുവാണ്. മസ്തകേജ ത്രികോണകം, തൊട്ട് താഴെയുള്ള ത്രികോണം എന്റെ മസ്തകമാണ്. ലലാടെ അഷ്ടാറ് ചക്രം സ്യാൽ, അതിന് താഴെയുള്ള 8 കോണുകള് എന്റെ ലലാടം നെറ്റിത്തടമാണ്. ഭ്രുവോർ മധ്യേ ദശാരകം, എന്റെ ഭ്രൂമധ്യം, അതിന് താഴെയുള്ള ദശാരകം 10 കോണുകളാണ്. ബഹിർദശാരം കണ്ടസ്യാൽ, അതിന് താഴെയുള്ള 10 കോണ് എന്റെ കഴുത്താണ്, വിശുദ്ധിയാണ്. മന്യുശ്രീ ഹൃദയാംബുജെ, മന്യം എന്ന് പറഞ്ഞാല് അങ്ങനെയാണ് ചില പ്രത്യേക പ്രയോഗങ്ങൾ ഇതിനകത്ത്. മന്യം എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കണം, മനുക്കൾ എത്രയാണുള്ളത്? 14 മന്വന്തരങ്ങളാണുള്ളത്. അതുകൊണ്ട് മന്യം എന്ന് പറഞ്ഞാൽ 14. മന്യുശ്രീ ഹൃദയാംബുജെ, ആ 14 കോണുകള് എന്റെ ഹൃദയത്തിലാണ്. കുക്ഷൗത് പ്രഥമം വൃത്തം, അതിന് താഴെ ഒരു വൃത്തമുണ്ട്. നാഭാവദഷ്ടദളാംബുജം, അതിന് താഴെ നാഭിയില് നമുക്ക് 8 ദളങ്ങൾ വരുന്നുണ്ട്. നാഭാദഷ്ടദളാംബുജം കഠൗ ദ്വിതീയ വലയം, അതിന് താഴെ വേറൊരു വലയുണ്ട്. സ്വാധിഷ്ഠാനേ കലാശ്രയം, സ്വാധിഷ്ഠാന ചക്രത്തില് കലാശ്രയം. കലാശ്രയം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര കലകളാണുള്ളത്? 16 കലകളാ ചന്ദ്രന്. അതുകൊണ്ട് 16 കല എന്ന് പറഞ്ഞാൽ 16 എന്ന് മനസ്സിലാക്കണം. സ്വാധിഷ്ഠാനേ കലാശ്രയം, സ്വാധിഷ്ഠാനത്തില് 16 ദളങ്ങള്. സ്വാധിഷ്ഠാനേ കലാശ്രയം മൂലേ തൃതീയ വലയം ജാനുഭ്യാശ്ച മഹീപുരം ജംഗേ ദ്വിതീയ ഭൂഗേഹം തൃതീയം പാതയുഗ്മയോ ത്രിപുര ശ്രീർമഹാചക്രം പിണ്ഡാണ്ടാത്മകമീശ്വരീം. എന്റെ മൂലാധാരം അത് ഏറ്റവും അടിയിലത്തെ 3 ചതുരശ്രങ്ങളാണ്. അപ്പൊ ശ്രീചക്രം, ഞാനിങ്ങനെ പത്മാസനത്തിൽ അല്ലെങ്കിൽ ചമ്രമടിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് നട്ടെല്ല് നിവർത്തിയിരിക്കുമ്പം എന്റെ ശരീരം തന്നെയാണ് മഹാമേരു. എന്റെ ഉള്ളിൽ ഓരോ വസ്തുക്കളാണ് മേരുവിലുള്ളത്. അപ്പൊ മഹാമേരുവിൽ ഞാൻ പൂജിക്കുമ്പം എന്റെ ഉള്ളില് താഴത്തുനിന്ന് മുകളിലേക്ക് പൂജിച്ചു കൊണ്ടുവരുമ്പം അതിന് സമാനമായി എന്റെ മൂലാധാരത്തിലെ ബോധം ഉയർന്ന് അത് സഹസ്രാര പത്മത്തിലെത്തും. ഞാൻ നേരത്തെ പറഞ്ഞു യന്ത്രം എന്നാണ് ഇതിനെ പറയാ. എന്റെ ബോധത്തെ മുകളിൽ എത്തിക്കാൻ ഉള്ള ഒരു ശ്രമം, അതിനെ ഏറ്റവും എളുപ്പത്തിലാക്കുന്നത്, സഹായിക്കുന്നതാണ് യന്ത്രം. സാധാരണ ശ്രീചക്ര പൂജയൊക്കെ പഠിക്കണമെങ്കിൽ നമ്മള് ശ്രീ മഹാമേരു നമുക്ക് പൂജിക്കണമെങ്കിൽ അതിന് ശ്രീവിദ്യാ സമ്പ്രദായത്തില് ക്രമമനുസരിച്ച് ഉപാസിക്കണം. വിദ്യാക്രമത്തിലേക്ക് വരാൻ തന്നെ ഒരുപാട് പുണ്യം ചെയ്യണം. ഇനി വന്നാൽ തന്നെ അതിൽ വളരെ ക്രമമനുസരിച്ച് മഹാഗണപതി, അതിന് തന്നെ യന്ത്രപൂജ, അതിന്റെ പുരസ്ചരണം, അതിന്റെ തർപ്പണം, അതിന്റെ മാർജാനം, അതിന്റെ ഭിക്ഷ, ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത് ബാലയിലേക്ക് വന്നു. അവിടുന്ന് വീണ്ടും നമ്മൾ കുലദേവതയോ ചണ്ഡിയെയൊക്കെ ഉപാസിച്ചു. അവിടുന്ന് വാരാഹിയെ മാതങ്കിയൊക്കെ ഇതേപോലെ എല്ലാ അംഗങ്ങളും ചെയ്ത് ശ്രീവിദ്യയിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അവിടെ എത്തിയതിനു ശേഷമാണ് നമുക്ക് മഹാമേരു പൂജിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരായ നമ്മൾക്ക് ഈ മഹാമേരുവിനെ അറിയാൻ എന്താണ് വഴി? അല്ലെങ്കിൽ ശ്രീവിദ്യയെ അറിയാൻ എന്താണ് വഴി? പറഞ്ഞു, ആ മന്ത്രം കിട്ടണമെങ്കിൽ ശ്രീവിദ്യ സമ്പ്രദായത്തിൽ അനവധി മുന്നോട്ട് പോയാൽ മാത്രമേ ആ മന്ത്രം നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ലളിതാസഹസ്രനാമം എല്ലാവർക്കും ചെല്ലാം, ദേവിയുടെ ഉപാസന മാർഗം. ഈ മഹാമേരുവിനെ അറിയാനും അതിനെ ഉപാസിക്കാനൊക്കെ ഉള്ളൊരു വഴിയാണ് ഭാവനോപനിഷത്ത്. വലുപ്പത്തില് വളരെ ചെറിയ ഒരു ഉപനിഷത്താണ്. വളരെ കുറച്ച് സൂത്രങ്ങളാണുള്ളത്. 36 സൂത്രങ്ങളാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ പറയലേ അതിന്റെ സൂത്രവാക്യം എന്നൊക്കെ പറയലേ,
ആ സൂത്രം അതൊരു ചരടാണ്. സൂത്രത്തിന് ചരട് എന്നൊരർത്ഥമുണ്ട്. അതിൽ ഓരോ സൂത്രങ്ങളും നമുക്ക് തരുന്ന കാഴ്ചപ്പാട് വളരെ വലുതാണ്. പുസ്തകം പേജിന്റെ എണ്ണത്തിലും സൂത്രത്തിന്റെ എണ്ണത്തിലും മാത്രമേ കുറവുള്ളൂ. ആശയത്തിന്റെ കാര്യത്തില് വളരെ വലിയൊരു പുസ്തകമാണ്. ഓരോ ദിവസം പോരാ ഓരോ സൂത്രങ്ങൾ വ്യാഖ്യാനിക്കാൻ, അത്രയും ബൃഹത്താണ്. അത് വളരെ സാധാരണക്കാരായ നമ്മൾക്ക് ഇന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയൊരു മഹാത്മാവിനെ നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത് ഭാസ്കരായ മഖി എന്ന ഭാസ്കരായർ എന്ന് പറയുന്ന ഭാസുരാനന്ദനാഥൻ എന്ന് പറയുന്ന ഒരു മഹാഗുരുവിനെയാണ്. ശ്രീവിദ്യ സമ്പ്രദായത്തിന് ഇത്രയധികം പ്രചാരം നൽകിയ ഒരു വലിയ മഹാഗുരുവാണ്. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത് എൻ്റെ പരമ്പരയിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് ഞാനും ഉള്ളത്. എനിക്ക് പിന്നിലോട്ട് എണ്ണിയാൽ 12ാമത്തെയോ 13ാമത്തെയോ ഒക്കെ ആളാണ് ഭാസുരാനന്ദനാഥൻ. അത്ര പഴക്കമുള്ളൂ, അത്ര പിന്നില, തൊട്ടടുത്ത് നമുക്ക് തൊടാൻ എത്തുന്ന ദൂരത്ത് അദ്ദേഹം ഉള്ളത്. അദ്ദേഹമാണ് ഈ ഭാവനോപനിഷത്തിന് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഉപാസനാ സമ്പ്രദായത്തിലേക്ക് ദീക്ഷിതരാവാതെയൊക്കെ ശ്രീചക്രത്തെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ ഒരു തരത്തിൽ ഉപാസിക്കാനും, ഈ ഭാവനോപനിഷത്തിൽ അവസാനം ഒരു മെഡിറ്റേഷൻ ഉള്ളത് സ്വന്തം ശരീരത്തെ മഹാമേരുവായി കണ്ട് ആ ഓരോ ദേവതകളെ ഓരോ സ്ഥലത്ത് കണ്ട്, ധാരാളം ദേവതകളുണ്ട്, ഓരോ ദേവതകളെയും നമ്മൾ പൂജിച്ച് ഒരു ശ്രീചക്ര പൂജ, പൂർണ്ണമായ ശ്രീചക്ര പൂജ സ്വന്തം ശരീരത്തെ മേരുവായി കണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഭാവനോപനിഷത്തിന്റെ ഒരു വലിയ പ്രത്യേകത. ഒരു സംവിധാനവും ഇല്ലാതെ, ഒരു ക്രിയാകലാപവും ഇല്ലാതെ, വിളക്കോ മറ്റേ ഈ സാധനങ്ങളോ ഒന്നുമില്ലാതെ എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമുക്ക് നേരെ ഇരുന്ന് ഞാൻ എൻ്റെ ശരീരം ഒരു മഹാമേരുവാണ്, എൻ്റെ മൂർധാവില് ബിന്ദു ഉണ്ട്, ഏറ്റവും അടിയില് ചതുരശ്രമുണ്ട്, ആ ചതുരശ്രത്തിലെ ദേവതകളെ 28 ദേവതകള് നമ്മൾ ഏറ്റവും അടിയില് ത്രൈലോക്യ മോഹന ചക്രത്തില് അവിടുന്ന് ഓരോ ദേവതകളെ നമ്മൾ ഉണർത്തി ഉപാസിച്ച് ആ ദേവതകളെ നമ്മൾ അറിഞ്ഞ് ആ യാത്ര ബിന്ദുവിലെത്തുമ്പോൾ ഞാൻ ദേവിയായി മാറും. വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് ശ്രീചക്ര പൂജ ചെയ്യാനുള്ള, ദേവിയായി തീരാനുള്ള ഒരു വഴിയാണ് ഭാവനോപനിഷത്ത് എന്ന് പറയും. ആ ഭാവനോപനിഷത്ത് നമ്മൾ ഇന്ന് സൂത്രങ്ങളിലേക്ക് കയറുന്നില്ല. നമുക്ക് നാളെ മുതൽ സൂത്രങ്ങൾ എടുക്കാം. ഓരോ ദിവസവും നമുക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞു, ഒരു സിലബസ് ആയിട്ട് തീരുമാനിച്ച് ഒരു ദിവസം ഇത്ര എടുക്കാം എന്ന് തീരുമാനിച്ചു പോകുന്നതല്ല. ആ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഞാൻ മുമ്പിലിരിക്കും. എന്താണോ എന്നിലൂടെ നിങ്ങൾക്ക് അറിയേണ്ടത് അത് എന്നിലൂടെ വരട്ടെ, നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഇരിക്കുന്നത്. കാരണം അത് മാത്രമേ സാധിക്കൂ. ഒരു മനുഷ്യന് വ്യാഖ്യാനിക്കാൻ, ഒരു മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു സാധനമല്ല ഭാവോപനിഷത്ത്. ഇത്ര ബൃഹത്താണ്, ഇത്ര വൈഡാണ്. നിങ്ങൾക്ക് എന്താണോ അറിയാനുള്ളത് അത് പൂർണ്ണമായിട്ട് പരമ്പര എന്നിലൂടെ എടുക്കട്ടെ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥന ഉള്ളത്. 8:41 ഒരു 4-5 പേർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ചോദിക്കാം. ബാക്കിയുള്ളവർക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. നാളെ നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും ഭാവനോപനിഷത്തിന്റെ സൂത്രങ്ങൾ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നിത്യോപാസനയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതിലെല്ലാ ദേവതകളെയും പറഞ്ഞു പോകുന്നുണ്ട്. ആ ദേവതകളുടെ പൊരുൾ എന്താണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾക്കൊരു ഒരു സ്വയം ദേവിയാണ് എന്ന് അറിയാനുള്ള ഒരു മെഡിറ്റേഷനും കൂടി നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കാൻ സാധിക്കും. സ്വന്തം ശരീരം മഹാമേരു തന്നെയാണ് എന്ന് ഭാവന ചെയ്ത് ഓരോ ദേവതകളെ ഇൻവോക്ക് ചെയ്ത് പോരാനുള്ള ഒരു പദ്ധതിയും കൂടി എന്റെ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ചോദ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്യാം. നമസ്കാരം. ഇതാണ് പറഞ്ഞോളൂ. സിനജി, നമ്മള് ഇപ്പോ കൂടെ ഇദ്ദേഹം പറഞ്ഞു തന്നതിന്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്യണോ? കണ്ടിയൂരിന്റെ കയ്യിലുണ്ട് അങ്ങനെ ഏതെങ്കിലും, അതോ ജസ്റ്റ് പെന്നും പേപ്പറും ആയിട്ടിരുന്നാ മതി എന്നാണ്? ജസ്റ്റ് കേട്ടാ മതി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താണോ ഗുരുപരമ്പര തോന്നിക്കുന്നത് അത് പറയാ എന്നുള്ളതാണ് ഉദ്ദേശം. അത് കേൾക്കാം.
അങ്ങനെ പോവാം. നമുക്കത് പറഞ്ഞു പോവാം. നമ്മളെ ഒരു കുറച്ചുകൂടി ഒരു മെഡിറ്റേഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നമ്മളെ ശരീരം ഞാനൊരു മഹാമേരുവാണ് എന്ന ഭാവത്തില് എല്ലാ ദേവതയും നമ്മൾക്ക് പൂജിച്ച് പോരാൻ സാധിക്കണം. ഓരോ ദേവതകളെ പേര് പറഞ്ഞ് അവരെ പൂജിച്ച് ഇൻവോക്ക് ചെയ്ത് പോരാൻ പറ്റണം. അതിന് പ്രാധാന്യം കൊടുത്തോണ്ടാണ്. അതുപോലെ ശ്രീനാഥ് ജി പറഞ്ഞു ചെറിയ കമ്പാരിറ്റീവ്ലി മതലബ് അക്ഷരങ്ങളുടെ സൈസ് കൊണ്ട് മതലബ് വലിപ്പം കുറഞ്ഞ ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് പാരായണം ചെയ്യാനും പറ്റിയ ടെക്സ്റ്റ് തന്നെയാണല്ലോ അല്ലെ? നിത്യപാരായണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം, ഏറ്റവും നല്ലതാണ്. ഒരു ശ്രീവിദ്യോപാസന ചെയ്യുന്ന അതേ ഫലാണ് ഭാവനോപനിഷത്ത് നിത്യോപാസന ചെയ്യുന്നത്. പഠിക്കുക. നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ബൈഹാർട്ടാക്കണം. പാരായണം. സന്തോഷം. നമസ്തേ. പറഞ്ഞോളൂ. ശ്രീനാഥ് ജി, ഈ മഹാവിദ്യകള് ഒരാൾക്ക് ഒന്നിലധികം മഹാവിദ്യകൾ ചെയ്യാറുണ്ടോ, പഠിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾക്ക് എന്തിനാണ് അനേകം ദേവതകളെ നമുക്ക് തന്നത്? നമുക്ക് ആവശ്യമുള്ള ദേവതകളെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്കിപ്പം നമ്മൾ ചെയ്യുമ്പോ ശ്രീനാഥ് ജി, അപ്പം ഒരാള് ഇത് സമയം കൺസ്യൂം ചെയ്യുന്നതല്ലേ നമ്മൾ ഉപാസന ചെയ്യുന്നത്? അപ്പോ എങ്ങനെ അത് സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് എന്റെ കൺഫ്യൂഷൻ. അത് വ്യക്തിപരാണ്. 100% വ്യക്തിപരാണ്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ദേവതകൾ ഉപാസിക്കാം. സമയം ഇല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇത് 100% കോമൺ ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദേവതകളെ നമുക്ക് എത്ര ദേവതകളെ വേണമെങ്കിലും ഒരേ സമയത്ത് ഉപാസിക്കാം. ദേവതയും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. എന്താണ് ദേവതകള്? ഈശ്വരനും ദേവതയും നമ്മൾ എങ്ങനെയാണ് ദേവതകൾ ഉണ്ടായത്? എന്തിനാണ് അനേകായിരം ദേവതകള്? ബഹുദൈവാരാധന റേഷനിലാണോ, ഏകദൈവാരാധന അല്ലേ റേഷണൽ എന്നുള്ളതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യും. അപ്പൊ നമ്മളുടെ സമയം ആണ് വിഷയം. ഉപാസനയിൽ തന്നെ ക്രമമനുസരിച്ച് ഉപാസന ഉണ്ട്. അപ്പൊ നമ്മളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് അതിനെ ചിട്ടപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗുരുനാഥനും ശിഷ്യനെ പഠിച്ച് അയാളുടെ സ്വഭാവവും അയാളുടെ ക്രമമൊക്കെ മനസ്സിലാക്കി. അതിനാണ് 30 കോടി ദേവതകൾ ഉണ്ടായത്. മനുഷ്യൻ പല വിധമാണ്, പല സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് പല വിധത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ദേവതകൾ ഉണ്ടായി. ഇത് ശിഷ്യൻ തീരുമാനിക്കുന്നല്ല, ഗുരുവാണ് തീരുമാനിക്കുന്നത് അല്ലെ? ശിഷ്യൻ ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ശിഷ്യനും ഗുരുവും തമ്മിലുള്ള സംവാദത്തിൽ ആണ് ഗുരു അത് കണ്ടെത്തുന്നത്. 1 to 1 ആണ്, ഇൻഡിവിജ്വൽ ആണ്. അതുകൊണ്ടാണ് അത് യൂട്യൂബിലൊന്നും ചെയ്യാൻ പറ്റാത്തത്. സന്തോഷം. കൂടുതൽ കൈകൾ കാണുന്നില്ല. ചോദ്യങ്ങൾ കഴിഞ്ഞു തോന്നുന്നു. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ചോദ്യം ചോദിച്ചോളൂ. ശ്രീനാഥ് ജി ഇടയ്ക്ക് പറഞ്ഞിരുന്നു മറ്റേ ഇപ്പൊ മഹാമേരുവിനെ കുറിച്ച് എന്തോ ഒരു വലിയ വർക്ക് എന്തോ ചെയ്യാൻ പോണ ഒരു സംഭവം നാട്ടിൽ ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ച് പറയോ? നമ്മള് ശിവരാത്രിക്ക് വേവ്സ് ഓഫ് ബ്ലിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാ ശിവരാത്രിക്കും നമ്മൾ പല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഈ പ്രാവശ്യം സൗന്ദര്യ ലഹരിയാണ് തീം. അതില് രാവിലെ തന്നെ നമ്മൾ ആനന്ദ ലഹരി എന്നുള്ള നിലയ്ക്ക് ശ്രീചക്ര നവാവരണ പൂജയും നവാവരണ കൃതികള് ചൊല്ലിക്കൊണ്ട് ശ്രീചക്ര പൂജ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വലിയൊരു സിമ്പോസിയം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളെ ഗ്രൂപ്പിലൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരും. രാവിലെ 6 മണിക്ക് തുടങ്ങി 8 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെയുള്ള പ്രോഗ്രാമുകളാണ്. എറണാകുളത്താണ്, ഗോകുലം റിട്രീറ്റ് സെന്ററിലാണ് നടക്കുന്നത്. ഈ ആഴ്ച തന്നെ എൻ്റെ വിവരങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ ശ്രീചക്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരമ്പരയെക്കുറിച്ച് ഒരു വിശദമായ ഒരു സിമ്പോസിയം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതില് ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദ്ദേശം. ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തെക്കുറിച്ചും ഉപാസന സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് വികല്പങ്ങളും ഭയമൊക്കെ സമാജത്തിൽ നിലനിൽക്കുന്നുണ്ട്. അറിവിലൂടെ മാത്രമേ നമുക്ക് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ആണ് നമ്മൾ കുറച്ചും കൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് മറ്റേതൊക്കെ ഗുരു ശിഷ്യ പ്രകാരേണ പഠിച്ചു പോകേണ്ടതാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമായതുകൊണ്ട് സൂമും
ദേവി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദേവിയുടെ ഒരു അവതാരമാണ് സൂം എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. കാരണം ഈ സൂമില് ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അമേരിക്കന്ന് ഞാനിപ്പോ കാണുന്ന നോട്ടത്തില് അമേരിക്കന്ന് 4-5 പേര് കയറിയിട്ടുണ്ട്. യുഎന്ന് കുറെ ആൾക്കാർ കയറിയിട്ടുണ്ട്. കാലദേശങ്ങളെ അതിക്രമിച്ചിരിക്കുകയാണ് സൂം. കാലദേശാവതിഭ്യാം ദേശകാല പരിച്ഛിന്ന ദേവിക്കൊരു പേരുണ്ട്. അപ്പം ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഞാൻ ബുധനാഴ്ച വൈകിട്ട് 8:48 ക്ലാസ് എടുക്കുന്നത്. അമേരിക്കക്കാരെ സംബന്ധിച്ച് ഇത് ബുധനാഴ്ച രാവിലെയാണ് അവർക്ക്. അപ്പം ടൈം എന്ന് പറയുന്ന ഒരു സാധനത്തെ 2 ടൈം സോണിലുള്ള ആൾക്കാർ ഒരേ സമയത്ത് സംസാരിക്കുന്നു. അമേരിക്കയിലുള്ള ഒരാളും ഞാനും നേരിട്ട് സംസാരിക്കുന്നു. കാലം ദേശം എന്ന് പറയുന്ന വലിയ 2 പരിമിതികളെ സൂം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സൂമിന്റെ രൂപത്തിലുള്ള മഹാത്രിപുര സുന്ദരിക്ക് നമസ്കാരം. ഇതൊക്കെ ദേവിയുടെ രൂപങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഈ കാര്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ഇതിലൊക്കെ നമുക്കിത് പഠിപ്പിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കണ്ടല്ലേ? സൂമും ദേവി തന്നെയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ദേവിയുടെ ഈ അവതാരത്തെ, ഈ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. ശരി, ചോദ്യങ്ങൾ കഴിഞ്ഞു തോന്നുന്നു. നമുക്ക് യാത്രയ്ക്ക് തയ്യാറാവാം. ഇത് മനോഹരമായ ഒരു യാത്രയാവട്ടെ. മഹാത്രിപുര സുന്ദരി തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് മാത്രമായിരിക്കും ദേവിയുടെ കഥ കേൾക്കാനുള്ള, അല്ലെങ്കിൽ ദേവിയെ അറിയാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറയാറുണ്ട്. ഒരു ശിഷ്യൻ പാകമാവുമ്പോൾ ഒരു പ്രത്യക്ഷപ്പെടും എന്നാണ്. നമ്മൾക്ക് ഇത് അറിയാനുള്ള സമയമാകുമ്പോൾ ദേവി സ്വയം അറിവായി നമ്മളിലേക്ക് വരും. എന്തായാലും നമ്മൾക്ക് ഒരുമിച്ച് ഭാവനോപനിഷത്ത് പഠിക്കാം. ഞാനിത് പഠിപ്പിച്ചിരുന്ന ആളും നിങ്ങൾ പഠിക്കുന്ന ആളും അല്ല, നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഞാനും വളരെ താല്പര്യത്തോടു കൂടി ഭാവനോപനിഷത്ത് പഠിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഗുരുപരമ്പരയുടെ അപാരമായ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ് മനസഗോചരം രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപരമ്പ. ശ്രീ ഗുരുഭ്യോ നമഃ.